ഹായ്, ഇറ്റ്സ് മി ഷഫീഖ്. പ്രസംഗവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ടൊക്കെ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രസംഗത്തിൽ ശരീരഭാഷയുടെ പ്രാധാന്യം, ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഒരുപാട് വിശദമായിട്ട് പറയാനുണ്ടെങ്കിൽ പോലും ചുരുക്കി പറയുകയാണ്. അപ്പം അതിലൊന്ന് ഫേഷ്യൽ എക്സ്പ്രഷനാണ്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മുഖത്ത് പ്രകടമാവണം, മുഖത്ത് പ്രതിഫലിക്കണം. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം എല്ലാ ഓഡിയൻസും നമ്മുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ സന്തോഷം വരുന്ന സമയത്ത് ആ സന്തോഷത്തിൻ്റെ ഫീല് നമ്മുടെ മുഖത്തുണ്ടാവണം. ദുഃഖം വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാവണം. അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആ അത്ഭുതത്തിൻ്റെ ആ ഒരു ഫീലിംഗ് മുഖത്തുണ്ടാവണം. അപ്പം അങ്ങനെ ഒരു പ്രസംഗമാകുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പോവാണല്ലോ. അപ്പം അതിൽ എല്ലാ അടങ്ങിയതാണ് ഒരു പ്രസംഗം. അപ്പം അതിൽ വിവിധ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മുഖഭാവത്ത് അത് പ്രതിഫലിക്കണം, അത് പ്രകടമാവണം. അതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്കത് എന്ത് ചെയ്യാം, ആദ്യമൊക്കെ അത് ശരിയാക്കി എടുക്കാം. മറ്റൊന്ന് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഒരു സദസ്സ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെൻറ്ററിലൊക്കെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി സംസാരിക്കും, മറ്റുള്ള ഭാഗത്തേക്ക് നോക്കൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യുക, ആ സദസ്സ് മുഴുവൻ കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും കവർ ചെയ്യുന്ന രൂപത്തിൽ. ഇപ്പോൾ ഫാനൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാകും, ഒരു നിശ്ചിത സമയത്ത് നമ്മളിങ്ങനെ ഫാന് റൗണ്ടായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലൊക്കെ എല്ലാ സമയത്തും ഒരു നിശ്ചിത ഇടവേളയിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരെയും കവർ ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തത് ജസ്റ്റർ. ജസ്റ്റർ എന്ന് പറയുമ്പോൾ ആംഗ്യഭാഷ. നമ്മുടെ സംസാരത്തിനനുസരിച്ച് നമ്മുടെ കൈ ഒക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ഒരു കൈ ചലിക്കാതെ കൈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടി വെച്ച് സംസാരിക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സംസാരത്തിന് അനുസരിച്ചിട്ട് നമ്മുടെ കൈ ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുക, അതാണ് ജസ്റ്റർ. മൂന്നാമത്തെ പോസ്റ്റർ. പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പെർഫെക്ഷനാണ്. നമ്മൾ ആ നൃത്തം, ഷോൾഡറൊക്കെ പെർഫെക്റ്റായിട്ട് കൈയൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ആ ഒരു പ്രൊഫഷണൽ ലുക്കിൽ നിൽക്കുക. ഈ കുനിഞ്ഞ് വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആടി പോലെ നിൽക്കാൻ പാടില്ല. അതേപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആട്ടൊന്നും പാടില്ല. പെർഫെക്റ്റായിട്ട് നിന്നിട്ട് അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നണം ഒരു പവർഫുൾ സ്റ്റാൻഡിങ്. കാലൊക്കെ ഒരു പ്രത്യേക അകലത്തിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഭാഗത്തൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുക. അതാണ് പോസ്റ്റർ. വളയാതെ കുനിയാതെ ഷോൾഡറൊക്കെ പെർഫെക്റ്റായിട്ട് നിന്ന് സംസാരിക്കാനാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. മറ്റൊന്ന് മൂവ്മെന്റ് ഇട്ടാ, അത് പോഡിയമൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്റ്റേജിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതൊക്കെ പ്രസംഗത്തിൻ്റെ ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്. ഒരു പ്രസംഗത്തെ മനോഹരമാക്കുന്നത് എന്ത് പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പം അതിൽ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ വരണം, ഐ കോണ്ടാക്റ്റ് കൃത്യമായിരിക്കണം, അതുപോലെ ജസ്റ്റർ, പോസ്റ്റർ, ഈ മൂവ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ. ഒരു പ്രസംഗത്തിൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ 55% ബോഡി ലാംഗ്വേജ്, പിന്നെ 38% ഒരു പ്രസംഗത്തിൻ്റെ വോയിസാണ്, വോയിസ് മോഡുലേഷൻ. 7% കണ്ടൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടൻറ്റ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ആ പ്രസംഗത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ വോയിസ് ടോണും അതുപോലെ ബോഡി ലാംഗ്വേജ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത്. അപ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ വരണം. കൈയുടെ ചലനങ്ങളായാലും പെർഫെക്റ്റായിട്ട് നിൽക്കുന്നതും, ഐ കോണ്ടാക്റ്റും, ഫേഷ്യൽ എക്സ്പ്രഷനും, പിന്നെ ഈ വോയിസ് മോഡുലേഷനും, കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശീലിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസംഗം മനോഹരമാകും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വരും വീഡിയോയിൽ
കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.